കുട്ടികൾക്കുള്ള ടോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് നിങ്ങൾ അവിടെ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ടാവും. സെൻസറി ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ടോയ്സ്. ഇതെന്താണ്? ഈ സെൻസറി ടോയ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ എല്ലാവിധത്തിലുള്ള ഈ സെൻസേഷൻസും, അതായത് കണ്ണ്, ചെവി, ടച്ച്, സ്വാദ്, ഈ മാതിരി സെൻസേഷൻസിലുള്ള എക്സ്പീരിയൻസസ് കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടുള്ള വളർച്ചയും ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുന്ന ടോയ്സിനെയാണ് നമ്മൾ സെൻസറി ടോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറേ കൊല്ലം പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ചില ചെറിയ ചെറിയ ടോയ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ കിടക്കുന്നതിൻ്റെ മുകളിൽ തൂക്കുന്ന ചില കറങ്ങുന്ന ഒച്ചയുണ്ടാക്കുന്ന ചില കിലുക്കുകൾ മാതിരിയുള്ളത്, അവർ കയ്യിൽ കൊടുത്തിട്ട് ഒച്ചയുണ്ടാക്കുന്ന ടോയ്സ്, പന്തുകൾ, അവർ ഈ പന്തിൻ്റെ മുകളിൽ തന്നെ ബെൽസ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേൾവി, ഇപ്പോൾ നമ്മൾ അമർത്തുമ്പോൾ ഒച്ചയുണ്ടാക്കുന്ന മാതിരിയുള്ള ടോയ്സ്, ഇതെല്ലാം കുട്ടികളുടെ ബ്രെയിനിന് വിവിധ ശബ്ദങ്ങൾ കേട്ട് ശീലിക്കുന്നതിനായിട്ടും അതുവഴി കുട്ടികളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടോയ്സാണ്. അതേമാതിരി തന്നെ നമ്മൾ ചില പന്ത് മാതിരിയുള്ളത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഉള്ള ടോയ്സ് കാണാം. അതായത് കുട്ടികൾക്ക് ടെക്സ്ചർ മനസ്സിലാക്കാൻ, ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത്, ഹാർഡായിട്ടുള്ളത്, ഈ മാതിരി കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് ഈ ടോയ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുമാതിരി തന്നെ ചില ഒച്ച ഉണ്ടാക്കുമ്പോൾ പാട്ട് പാടുന്ന ടോയ്സ്, അല്ലെങ്കിൽ പക്ഷികളുടെയൊക്കെ രൂപത്തിലുള്ള ടോയ്സ്, ഇവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഓരോ മൃഗങ്ങളുടെയൊക്കെ രീതിയിലുള്ള സ്റ്റഫ്ഡ് ടോയ്സ്, ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് ഇത് പഠിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്ന ടോയ്സാണ്. ഈ മാതിരി ടോയ്സിനാണ് നമ്മൾ സെൻസറി ടോയ്സ് എന്ന് പറയുന്നത്. അതേമാതിരി ഇപ്പോൾ കുട്ടികൾ എല്ലാതും വായിലിടാൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ടീത്തിങ്ങിന് പറ്റിയിട്ടുള്ള ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്ന് കുട്ടികൾക്ക് ഒരു സാധനത്തിൻ്റെ ടെക്സ്ചർ എന്താണ്, ഒരു വസ്തുവിൻ്റെ ടെക്സ്ചർ എന്താണ്, ഈ മാതിരി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഇപ്പോൾ കുട്ടിയുടെ കേൾവി ശരിയായിട്ട് ഉണ്ടോ, അതേമാതിരി കുട്ടി ഒരു ശബ്ദം കേട്ടാൽ അങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ വെച്ചിട്ട് നമുക്കും കുട്ടിയുടെ സെൻസേഷൻസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ടോയ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ അങ്ങോട്ട് തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ കുട്ടി തിരിയുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ടോയ്സിനാണ് നമ്മൾ സാധാരണ സെൻസറി ടോയ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടൊരു 2 മാസത്തിന് മീതെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന, പല പ്രായത്തിലും ഉപയോഗിക്കാവുന്ന പലതരത്തിലുള്ള ടോയ്സ് ഇപ്പോൾ ലഭ്യമാണ്.